തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്ന് മദ്യപൻ തള്ളിയിട്ട് ചികിത്സയിലായിരുന്ന ശ്രീകുട്ടി വീട്ടിലേക്ക് മടങ്ങുന്നു എന്ന സന്തോഷ വാർത്ത ഇപ്പോൾ വരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്നത് അവള് ഒരു ജസ്റ്റ് ഇങ്ങനെ ഉണ്ട്, കണ്ണു തുറന്ന് നോക്കൂന്നല്ലാതെ വേറെ ഒരു റെസ്പോണ്ടും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് പഴയ മോളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നടക്കുന്ന ഒരു ഇതും കൂടി മാത്രമേ ഉള്ളൂ. ബാക്കി അവൾ ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് ഭക്ഷണം കഴിക്കുക, അവൾക്ക് എന്ത് വേണം അവൾ പറയുന്നുണ്ട്, അവൾ ആവശ്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട്. ഞാൻ മെഡിക്കലിൽ നിന്ന് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ കുറ്റം പറയുന്നൊന്നുമല്ല, പക്ഷേ എന്നോട് ഡോക്ടർമാർ പറഞ്ഞത് മിറാക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ അവൾ രക്ഷപ്പെട്ടു വരൂ, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും കിടക്കും. അതെല്ലാവരും കണ്ടതായിരിക്കും അവളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ 2 മാസം കൊണ്ട് എനിക്ക് പഴയ മോളെ എനിക്ക് തിരിച്ചു കിട്ടി. അത് ഞാൻ എങ്ങനെ അമൃത ഹോസ്പിറ്റലിനോടും ഡോക്ടേഴ്സിനോടും PMR ഡോക്ടേഴ്സിനോടും ഞാൻ നന്ദി പറഞ്ഞ് അത് കുറഞ്ഞു പോകും. അതിനെക്കാട്ട് കൂടുതൽ എനിക്ക് അവരോടൊക്കെ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. ഇനി അവളൊന്ന് നടക്കണം. ഇപ്പം ഞാൻ പിടിച്ചാൽ അവൾ എനിക്കൊപ്പം നടന്നു വരും. എന്നാൽ പോലും അവൾ തനിയെ നടക്കണമെങ്കിൽ ഇനി ഒരു മാസം കൂടി വേണ്ടി വരും. സംസാരിക്കുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കണം. പിന്നെ ഈ ട്രക്കോസ്റ്റമി ഇട്ടതിൻ്റെ ഒരു ശബ്ദ അടവുണ്ട്. ബാക്കി അവൾക്ക് ഫുഡ് വേണമെങ്കിലും അവൾക്ക് ബാത്റൂമിൽ പോകണം, എല്ലാ കാര്യത്തിലും അവൾ ഓക്കെയാണ്. അവൾ പറയുന്നുണ്ട്, ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവള് ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. കഴിഞ്ഞു. സന്തോഷമാണെന്നോ, ഞാൻ ഇവിടെ വന്ന അവസ്ഥ എന്താണെന്ന് മീഡിയക്കാർക്ക് അറിയാം കൂടുതലും, പിന്നെ ഇവിടെ വന്ന ആൾക്കാർക്കും അറിയാം. ഇപ്പൊ ഞാൻ അവൾക്കൊന്നുമില്ലായിരുന്നു. അവള് ഒരു കണ്ണേ തുറക്കുള്ളൂ, വലത് കണ്ണ് മാത്രം തുറക്കും, ഇടത് കണ്ണ് തുറക്കില്ല. ഇപ്പം ഇടത് കണ്ണും തുറന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ പ്രശ്നമുണ്ട്, ഞരമ്പിന്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ഇനി ഞങ്ങൾ ഒന്നും കൂടി തിരിച്ച് വരണം അമൃതയിലേക്ക്. അവൾക്ക് ചെറിയ സർജറി ഉണ്ടെന്ന് പറഞ്ഞു കൈക്ക്, ഷോൾഡറിന്. അപ്പോൾ അതിന് ഞങ്ങൾ അടുത്ത മാസം വീണ്ടും വരും. അതെ, ഇപ്പം ഞങ്ങൾ മലപ്പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്, ആയുർവേദ ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ അവിടെ ഫിസിയോതെറാപ്പിയും പിന്നെ ആയുർവേദത്തിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്ത് അവൾ ഓക്കെ ആയിട്ട് വരണം. തീർച്ചയായിട്ടും. എന്നാലും ചെറിയൊരു ഉള്ളിനകത്തൊരു പേര് പോലെ ആ ഒരു ഇതുണ്ട്. ബിക്കോസ് എനിക്ക് അമൃതയിൽ ഫുള്ളും ഫ്രീ ആയിരുന്നു. അമ്മേന്റെ കാര്യം കൊണ്ടും ബാക്കി എല്ലാം കൊണ്ടും എനിക്ക് ഫ്രീ ആയിരുന്നു. ഇതുവരെയുള്ള ചിലവ് ഫുള്ളും ഫ്രീ ആയിരുന്നു. ഇനിയുള്ളത് ഞങ്ങൾ നോക്കണം. പിന്നെ ബാക്കി അങ്ങനെ എനിക്ക് ഇല്ല അങ്ങനെ നഷ്ടപരിഹാരമായിട്ട് എന്നോട് പറഞ്ഞത് ഇവിടുന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം ഒരു അപേക്ഷ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി. വീട്ടില് ഞാനും മോനും, അമ്മ, പിന്നെ എൻ്റെ മോള്. ഹസ്ബൻഡ് ഞങ്ങള് പിണക്കത്തിലാണ്, വർഷങ്ങളായത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരാളുടെ ചിലവുകൊണ്ട് ഞങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഞാനിപ്പം ജോലി റിസൈൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി അടുത്ത് ഈ മോളൊന്നും ഓക്കെ ആയിട്ട് എനിക്ക് തിരിച്ചു പോകണം. എന്റെ ബാക്കി കാര്യം കൂടി, കാരണം ആ സമയത്തും ഉണ്ടായിരുന്ന ആ ഒരു ചൂടും ബഹളമൊന്നും പിന്നെ ഞാൻ ആരുടെ ഭാഗത്തുനിന്നും കണ്ടിട്ടില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ മീഡിയക്കാർ പോലും, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാണ്, ഈ 2 മാസം ഏതാണ്ട് 10 ദിവസത്തോളം ആയിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട്. ഒരു മനുഷ്യനെ അന്വേഷിച്ചിട്ടില്ല. ആരും എന്തായി, അല്ലെങ്കിൽ ശ്രീകുട്ടി എന്നൊരു കുട്ടിക്ക് എന്ത് പറ്റി മുൻപോട്ട്, അല്ലെങ്കിൽ അവൾ ഓക്കെ ആണോ, അവൾ രക്ഷപ്പെട്ടു, ഒന്നും ആരും പിന്നെ അന്വേഷിച്ചിട്ടില്ല. എന്നോട് ആരും തിരക്കിയിട്ടില്ല.